സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യത്തെ വിമർശിച്ചുകൊണ്ട് ശശി തരൂർ MP. PM ശ്രീയിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ പണമാണ്. പാർട്ടികൾ ആദർശശുദ്ധിക്ക് അനാവശ്യ പ്രാധാന്യം നൽകുകയാണ്. തെരഞ്ഞെടുത്ത സർക്കാരുകൾക്കൊപ്പം താൻ പ്രവർത്തിക്കും. പ്രധാനമന്ത്രിയെ ഒരു വരി കൊണ്ടുപോലും പ്രശംസിച്ചിട്ടില്ല എന്നും വർഗീയതയിൽ നിന്ന് കേരളത്തിൽ രക്ഷപ്പെടില്ലെന്നും ശശി തരൂർ പറഞ്ഞു. I might disagree with the ruling party, but they are the ruling party. They have a mandate from the nation. I will work with them. So if they come up with a scheme and they say, we will only give you the money if you do this, this and that, I will discuss with it. I will see how I can implement it within the framework of my convictions. But I will take the money because my people in my state need the money. That kind of thing, that kind of cooperation, to my mind, is essential. And I'm sorry, for example, that just recently in Kerala, we had an example of the opposite outcome, where a scheme was rejected and the money was denied, even though the state is broke and needs the money. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, തുടർച്ചയായി കേന്ദ്ര നിലപാടുകൾക്കൊപ്പം നിന്ന് അല്ലെങ്കിൽ മോദിയെ പ്രശംസിച്ചുകൊണ്ട് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ശശി തരൂർ MP. ഏറ്റവും ഒടുവിലടക്കം സമാനമായ രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഈ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്? PM ശ്രീയിലായാലും അതിൽ ഒപ്പുവെച്ചതിൽ യാതൊരു തെറ്റുമില്ല എന്ന നിലപാടാണോ അദ്ദേഹത്തിന്? കേരളത്തിൽ ഹൗ വി ക്യാൻ റീഇമേജിൻ കേരള എന്ന വിഷയത്തിൽ കേരള ഡയലോഗ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശശി തരൂർ. അവിടെ ഈ രാഷ്ട്രീയവൽക്കരണത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോശം രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ സംസാരം തുടങ്ങുന്നത്. അതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് PM ശ്രീയുടെ പേര് അദ്ദേഹം എടുത്തു പറയുന്നില്ലെങ്കിലും സ്കൂളുകൾക്ക് വേണ്ടി, സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് അത് വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോഴും നമ്മുടെ സ്കൂളുകളെല്ലാം ചോർന്നൊലിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദർശശുദ്ധിക്ക് അമിത പ്രാധാന്യം നൽകുകയാണ് ജനങ്ങളും അതേപോലെ തന്നെ പാർട്ടികളും. അതല്ല വേണ്ടത്. തെരഞ്ഞെടുത്ത സർക്കാരുകൾ തമ്മിൽ പരസ്പരം സഹകരിക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ PM ശ്രീയിൽ മുന്നോട്ട് വെച്ച ആ ഘടകങ്ങളിലും ചർച്ചയാവാമായിരുന്നു. ചർച്ച ചെയ്തതിന് ശേഷം ആ ഫണ്ട് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം സംസാരിച്ചത്. പിന്നീട് ഈ BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ വർഗീയതയിൽ നിലനിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരു സാധ്യതയും കേരളത്തിലില്ല. കാരണം നാനാജാതി മനസ്തർ ഒന്നിച്ച് ഓണം ആഘോഷിക്കുന്ന നാടാണ് കേരളം. അതുകൊണ്ട് തന്നെ അവരുടെ സൗഹാർദ്ദം തകർത്തുകൊണ്ട് BJPക്ക് കേരളത്തിൽ നിലനിൽക്കാനാവില്ല എന്ന് ശശി തരൂർ പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത്, പക്ഷേ വികസനത്തിൽ BJPക്ക് ചിലത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് ചിലത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്ന പരിപാടി നിർത്തി ജനങ്ങൾ ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്യണം എന്നൊരു അഭിപ്രായവും ശശി തരൂർ പറഞ്ഞു. കേരളത്തെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണം മുഴുവൻ ഉണ്ടായിരുന്നത്. കേരള മോഡലിനെ അദ്ദേഹം അംഗീകരിക്കുന്നു. പ്രത്യേകിച്ച് ഇതിലും ഈ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളം മുന്നേറിയിട്ടുണ്ട്. പക്ഷേ വ്യവസായത്തിൻ്റെ കാര്യത്തിൽ കേരളം പലതിലും പിന്നിലാണ്. പ്രത്യേകിച്ച് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ശരാശരി ദിവസം 216 ദിവസം വേണ്ട ഒരു സംസ്ഥാനമാണ് കേരളമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം യുവാക്കളുടെ തൊഴിലിൻ്റെ കാര്യത്തിൽ കശ്മീരിന് തൊട്ട് പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കശ്മീരിൽ ആഭ്യന്തര പ്രശ്നങ്ങളാണെങ്കിൽ കേരളത്തിൽ ഇപ്പോഴും തൊഴിലില്ലായ്മ തന്നെയാണ് പ്രശ്നം എന്നാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം പരസ്പരം സർക്കാരുകൾ, പാർട്ടികൾ ഒക്കെ സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു സന്ദേശമാണ് ശശി തരൂർ മുന്നോട്ട് വെച്ചത്. ദിവ്യ, ഇതിൽ ഷിനോജ തുടർച്ചയായി മോദിയെ പ്രശംസിക്കുന്നതാണല്ലോ കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത് മുൻപൊക്കെ. അങ്ങനെ ഒരു പ്രശംസ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണോ അദ്ദേഹം ഇപ്പോൾ പറയുന്നത്? മോദിയുടെ പ്രസംഗത്തെ ഒറ്റ വരി പോലും താൻ പ്രശംസിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. താനൊരു അഭിപ്രായം രേഖപ്പെടുത്തി അത് മറ്റു പാർട്ടികളോട്, അധികാരത്തിൽ ഇരിക്കുന്നവരോട് സഹകരിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തൻ്റെ നിലപാട് പറഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ പോലും താൻ വളരെ വലിയ വിമർശനം കേൾക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ഞാൻ പാർട്ടിക്കാരനായിരിക്കാം, പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുമായും ഭരണാധികാരികളുമായും താൻ സഹകരിച്ച് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ദിവ്യ, ശരി. ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും വിവാദ പരാമർശം തന്നെയാണ്.
ശശി തരൂർ എംപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായിക്കൊണ്ട് PM ശ്രീയെ അദ്ദേഹം അതിനൊപ്പം നിൽക്കണം എന്ന നിലപാടാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. മറ്റു വാർത്തയിലേക്ക്. താമസ വിസ നിയമത്തിൽ സമൂലമായ മാറ്റവുമായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. കുടുംബ വിസയ്ക്കുള്ള മിനിമം ശമ്പളം 800 കുവൈറ്റി ദിനാറാണ്. നിക്ഷേപകർക്ക് 15 വർഷം വരെ താമസാനുമതിയുള്ള വിസയും അധികൃതർ പ്രഖ്യാപിച്ചു. കുവൈത്തിലെ വിദേശികളുടെ താമസ നിയമം പൂർണ്ണമായും പുതുക്കുന്ന 2025 മന്ത്രിതല പ്രമേയം ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തിറക്കി. പുതിയ താമസ വിസ ചട്ടങ്ങൾ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 1 മാസത്തിനു ശേഷം പ്രാബല്യത്തിൽ വരും. രാജ്യത്ത് അനുവദിക്കുന്ന എല്ലാ വിസകളുടെയും നിർവചനവും നിബന്ധനകളും പുതുക്കി നിർവചിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിന്റെ പ്രധാന ഭാഗമാണ്. ഫാമിലി വിസിറ്റിൽ രാജ്യം സന്ദർശിക്കുന്ന ചില വിഭാഗങ്ങൾക്ക് നിയമത്തിൽ പറയുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ സന്ദർശക വിസയെ റെസിഡൻസി പെർമിറ്റിലേക്ക് മാറ്റാൻ പുതിയ ചട്ടങ്ങൾ അനുമതി നൽകുന്നു. സന്ദർശക വിസ റെസിഡൻസിയാക്കാൻ 5 നിർദ്ദിഷ്ട നിബന്ധനകൾ പാലിക്കണം. വിദേശികളുടെ താമസ നടപടികൾ ലളിതമാക്കുകയും തൊഴിൽ സാമൂഹിക മേഖലകളിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും ചെയ്യുന്നതാണ് പുതിയ തീരുമാനത്തിന്റെ ലക്ഷ്യം. ഗാർഹിക മേഖലയും പൊതു സ്വകാര്യ മേഖലകളിലെ താമസ ചട്ടങ്ങളും പുതുക്കിയിട്ടുണ്ട്. ജനന രജിസ്ട്രേഷൻ, താൽക്കാലിക റെസിഡൻസ്, വിസ പുതുക്കൽ തുടങ്ങിയ നടപടികളും പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ തൊഴിൽ വിപണി കൂടുതൽ സുതാര്യമാക്കാനും വിദേശികളുടെ താമസ നടപടികൾ ഏകീകരിക്കാനും പുതിയ നിയമം സഹായിക്കുമെന്ന് അധികൃതർ പറയുന്നു. മുഴുവൻ താമസ റെസിഡൻസി സംവിധാനത്തെയും നേരിട്ട് ബാധിക്കുന്ന വലിയ നിയമപരിഷ്കാരമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. മീഡിയ 1 കുവൈത്ത്. ബഹ്റൈനിൽ പ്രവാസികളുടെ തൊഴിലവസരങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട പുതിയ ബില്ല് വോട്ടെടുപ്പിലേക്ക്. സന്ദർശക വിസ വർക്ക് പെർമിറ്റാക്കി മാറ്റുന്നതിന് പൂർണ്ണമായി നിരോധനം ഏർപ്പെടുത്തുന്ന ബില്ലിലാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. സന്ദർശക വിസ വർക്ക് പെർമിറ്റാക്കി മാറ്റുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്ന ബില്ലിൽ നിർണായക വോട്ടെടുപ്പിനൊരുങ്ങുകയാണ് ബഹ്റൈൻ. പുതിയ നിയമനിർമ്മാണം സംബന്ധിച്ച വിഷയത്തിൽ ചൊവ്വാഴ്ച പാർലമെന്റിൽ വോട്ടെടുപ്പ് നടക്കും. 1965 വിദേശികളുടെ ഇമിഗ്രേഷൻ ആൻഡ് റെസിഡൻസ് നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള ബില്ലിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പുതിയ നിയമനിർമ്മാണം നടപ്പിലായാൽ സന്ദർശക വിസയിൽ ബഹ്റൈനിലേക്ക് എത്തുന്നവർക്ക് ഒരു സാഹചര്യത്തിലും അത് വർക്ക് പെർമിറ്റ് അഥവാ വർക്ക് വിസയാക്കി മാറ്റാൻ സാധിക്കില്ല. അത്തരം സാധ്യതകൾക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തും. ഈ വർഷം ആദ്യം വിസയുമായി ബന്ധപ്പെട്ട പുതിയ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം പാർലമെന്റ് അംഗീകരിച്ചിരുന്നു. പാർലമെന്റ് അംഗീകരിച്ച ബിൽ പക്ഷേ ഷൂറ കൌൺസിൽ എതിർക്കുകയായിരുന്നു. ഇതോടെയാണ് നിർബന്ധിത വോട്ടിംഗിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നിയമ ഭേദഗതി വേണമെന്ന ആവശ്യത്തിൽ പാർലമെന്റ് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നറിയാനാണ് വോട്ടെടുപ്പ് നടത്തുന്നത്. പാർലമെന്റും ഷൂറ കൌൺസിലും വ്യത്യസ്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ബിൽ തുടർ പരിഗണനയ്ക്കായി സംയുക്ത ദേശീയ അസംബ്ലി സമ്മേളനത്തിലേക്ക് അയക്കും. അവിടെ നിന്നാകും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക. ബഹ്റൈനിലെ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുകയും സ്വദേശികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് നിയമ ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് MP-മാർ പറയുന്നു. മീഡിയ 1 ബഹ്റൈൻ. ബഹ്റൈനും UAEയും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന് കൂടുതൽ കരുത്തു പകർന്ന് റബ്ദാൻ ഷുവൈമാൻ സംയുക്ത സൈനികാഭ്യാസം പൂർത്തിയായി. ബഹ്റൈനിൽ വെച്ച് നടന്ന സൈനികാഭ്യാസ പരിപാടിയിൽ ബഹ്റൈൻ റോയൽ എയർഫോഴ്സിന്റെ ഒരു യൂണിറ്റിന് ബഹുമാനാർത്ഥം UAE പ്രസിഡന്റിന്റെ പേര് നൽകി. വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി ബഹ്റൈൻ UAE സംയുക്ത സൈനികാഭ്യാസം ബഹ്റൈനിൽ വിജയകരമായി സമാപിച്ചു. ഇരു രാജ്യങ്ങളുടെ സായുധ സേന പരമോന്നത കമാൻഡർമാരും ഭരണാധികാരികളുമായ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസാൽ ഖലീഫയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും അഭ്യാസ പ്രകടനങ്ങൾക്ക് സാക്ഷിയായി. ബഹ്റൈനും UAEയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതായിരുന്നു റബ്ദാൻ ഷുവൈമാൻ 2025 എന്ന പേരിൽ നടത്തിയ സൈനികാഭ്യാസം. UAE പ്രസിഡൻഷ്യൽ ഗാർഡിലെ ഹമദ് ബിൻ ഈസ എയർബോൺ ബ്രിഗേഡും ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് റോയൽ ഗാർഡുമാണ് അഭ്യാസത്തിൽ പങ്കെടുത്തത്. ഇരു രാജ്യങ്ങളുടെയും സായുധ സേനാംഗങ്ങളുടെ പ്രൊഫഷണലിസത്തെയും അർപ്പണബോധത്തെയും രാഷ്ട്ര നേതാക്കൾ അഭിനന്ദിച്ചു. UAE പ്രസിഡന്റിനോടുള്ള ആദരസൂചകമായി ഒരു റോയൽ ബഹ്റൈൻ എയർഫോഴ്സ് യൂണിറ്റിന് മുഹമ്മദ് ബിൻ സായിദ് സ്ക്വാഡ്രൺ എന്ന പേര് നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധങ്ങളെ പിന്തുണയ്ക്കുന്നതിലെ പ്രധാന പങ്ക് പരിഗണിച്ചായിരുന്നു UAE പ്രസിഡന്റിന് ബഹ്റൈൻ ആദരം നൽകിയത്. ബഹ്റൈൻ നൽകിയ പ്രത്യേക ബഹുമതിക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഹമദ് രാജാവിനോട് നന്ദി അറിയിച്ചു. മീഡിയ 1 ബഹ്റൈൻ. പ്രവാസി റിക്രൂട്ട്മെന്റ് മേഖലയുടെ നിയന്ത്രണത്തിനും മേൽനോട്ടത്തിനുമായി പുതിയ സംവിധാനത്തിന് തുടക്കമിട്ട് ഒമാൻ. ഒമാന്റെ സിവിൽ അസോസിയേഷൻ നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പ്രത്യേക ബോർഡ് രൂപീകരിച്ചാണ് പ്രവർത്തനം. സിവിൽ അസോസിയേഷൻ നിയമപ്രകാരം രൂപീകരിച്ച അസോസിയേഷൻ ഓഫ് എക്സ്പാട്രിയേറ്റ് വർക്കർ റിക്രൂട്ട്മെന്റ് ഓഫീസാണ് നിലവിൽ വരിക. ഒമാനകത്തും പുറത്തുമുള്ള സർക്കാർ സ്ഥാപനങ്ങളുമായി റിക്രൂട്ട്മെന്റ് നയങ്ങൾ ഏകോപിപ്പിക്കും.
ലൈസൻസുള്ള റിക്രൂട്ട്മെൻറ്റ് ഓഫീസുകളെ അധികാരികൾക്ക് മുന്നിൽ പ്രതിനിധീകരിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും പ്രവർത്തനങ്ങൾ ദേശീയ നിയമനിർമ്മാണത്തിന് അനുസൃതമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. തൊഴിലാളികൾ ഉൾപ്പെടുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി അസോസിയേഷൻ വിദേശകാര്യ മന്ത്രാലയം വഴി വിദേശ എംബസികളുമായി ബന്ധപ്പെടും. ലൈസൻസ് ഇല്ലാത്ത റിക്രൂട്ട്മെൻറ്റ് ഓപ്പറേറ്റർമാരെ നിയന്ത്രിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ലൈസൻസ് ഇല്ലാത്ത റിക്രൂട്ട്മെൻറ്റ് ഓഫീസുകൾ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ അസോസിയേഷൻ സർക്കാർ ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യുക. ഒപ്പം നിയന്ത്രിത മാർഗങ്ങളിലൂടെ യോഗ്യരായ തൊഴിലാളികളെ ഒമാനിലേക്ക് കൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമങ്ങളെയും സഹായിക്കും. 2 വർഷത്തെ കാലാവധിയുള്ള 12 അംഗങ്ങളടങ്ങുന്ന ഒരു ഡയറക്ടർ ബോർഡായിരിക്കും അസോസിയേഷൻ്റെ നടത്തിപ്പ്. മീഡിയ 1 മസ്കത്ത്. കുവൈറ്റിൽ റെസിഡൻസി പെർമിറ്റ് സാധുവായാലും തൊഴിൽ, വരുമാനം, പെരുമാറ്റം എന്നിവയിൽ ലംഘനം കണ്ടെത്തുന്ന പ്രവാസികളെ നാടുകടത്തും. പുതിയ റെസിഡൻസി നിയമത്തിലെ ആർട്ടിക്കിൾ 38 പ്രകാരമാണ് നടപടി. നിയമാനുസൃതമായ വരുമാന സ്രോതസ്സില്ലാത്തവർ, സ്പോൺസർ അല്ലാത്ത തൊഴിലുടമയ്ക്കായി ജോലി ചെയ്യുന്നവർ, അനധികൃതമായി ജോലിയിൽ ഏർപ്പെടുന്നവർ എന്നിവരെ നാടുകടത്തൽ നടപടിക്ക് വിധേയരാക്കും. പൊതുസുരക്ഷയ്ക്കോ പൊതു താൽപര്യത്തിനോ ഭീഷണിയാകുന്നവരും ധാർമ്മികതയില്ലായ്മയുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷിതരായവരും ഈ വ്യവസ്ഥയുടെ പരിധിയിൽപ്പെടും. 5 വർഷത്തിനുള്ളിൽ ഒന്നിലധികം ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാലും നാടുകടത്തൽ നേരിടേണ്ടി വരും. ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് നാടുകടത്തൽ നടപ്പാക്കുന്നത്. കൂടാതെ ഇത്തരം വ്യക്തികൾക്ക് പിന്നീട് കുവൈറ്റിലേക്ക് മടങ്ങി വരാനും സാധിക്കില്ല. കുവൈറ്റിന്റെ കാർഷിക ഉൽപാദനം റെക്കോർഡിലേക്ക്. 2025 ആദ്യ 9 മാസങ്ങളിൽ രാജ്യത്തിന്റെ കാർഷിക ഉൽപാദനം 2,20,000 ടണ്ണായി ഉയർന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 10% അധിക വളർച്ചയാണ് ഈ കാലയളവിൽ രേഖപ്പെടുത്തിയത്. 79 ഇനങ്ങളിലായി ലഭിച്ച ഉൽപാദനത്തിന്റെ മൊത്തം മൂല്യം 23.9 ദശലക്ഷം ദിനാറായി. മുൻപത്തെ വർഷത്തെ അപേക്ഷിച്ച് 6.7% വർധനയാണ് ഇതിൽ കാണുന്നത്. 33,000 ടണ്ണിലേറെ ഉൽപാദനത്തോടെ വെള്ളരിക്കയാണ് വിളവെടുപ്പിൽ മുന്നിൽ. തക്കാളി, വഴുതന, കുരുമുളക്, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ വിളകളും ഈ വർഷം നല്ല ഉൽപാദനം കൈവരിച്ചു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ തീരദേശ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടൽപാലം തുറന്നു. സഫയെയും റാസന്നൂറയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് നിർമ്മാണം പൂർത്തിയാക്കി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. 3 കിലോമീറ്റർ നീളമുള്ള പാലം രാജ്യത്തെ ഏറ്റവും വലിയ പാലങ്ങളിൽ രണ്ടാമത്തേതാണ്. കിഴക്കൻ സൗദിയുടെ ഗതാഗത ശൃംഖലയ്ക്ക് കരുത്തായി തീരദേശ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ കടൽപാലം തുറന്നു. സഫയെയും റാസ്തന്നൂറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മാണം പൂർത്തിയാക്കി രാഷ്ട്രത്തിന് ഇന്ന് സമർപ്പിച്ചു. പ്രവിശ്യ ഗവർണർ സൗദ് ബിൻ നായിഫ് രാജകുമാരൻ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി സാലിഹ് ബിൻ നാസർ അൽ ജാസറിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. പാലത്തിന്റെ അനുബന്ധമായി സഫയെയും റഹീമയെയും ബന്ധിപ്പിക്കുന്ന 15 കിലോമീറ്റർ നീളമുള്ള പുതിയ റോഡും തുറന്നു. ഇതോടെ ദമാമിൽ നിന്നും സഫയിലേക്കുള്ള യാത്ര എളുപ്പമാകും. 2020 നിർമ്മാണം ആരംഭിച്ച പാലം 47 കോടി റിയാൽ മുതൽ മുടക്കിയാണ് നിർമ്മിച്ചത്. പാലത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായി മലയാളി പ്രവാസിയും. ഞങ്ങളുടെ കമ്പനിയാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ള സഫ റേമ പ്രോജക്റ്റിൻ്റെ കോൺട്രാക്ടർ. മിനിസ്ട്രിയുടെ പ്രോജക്റ്റായിരുന്നു. 2020 ഡിസംബറിലാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഇന്ന് ഇനാഗുറേഷൻ ആകുന്ന സമയത്ത് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന ഏക മലയാളി എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയധികം അഭിമാനമുള്ളൊരു ദിവസം കൂടെയാണ് ഇന്നത്തെ ദിവസം. പാലം മേഖലയിലെ ഗതാഗത പ്രവാഹം മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക ലോജിസ്റ്റിക്സ് പ്രവർത്തനങ്ങളുടെ വളർച്ചയ്ക്കും കൂടുതൽ സഹായകരമാകും. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. സൗദിയിലെ ദമാമിൽ നിർത്തിയിട്ട വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ സംഘത്തെ പിടികൂടി. യമൻ സ്വദേശി ഉൾപ്പെടുന്ന സംഘത്തെയാണ് രഹസ്യാന്വേഷണ വിഭാഗം വലയിലാക്കിയത്. കഴിഞ്ഞ ദിവസം മലയാളികളുടേത് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ഗ്ലാസ് തകർത്ത വിലപിടിപ്പുള്ള ഉപകരണങ്ങളും വസ്തുക്കളും ഇവർ മോഷ്ടിച്ചിരുന്നു. ദമാം ബദർ റാബി പരിസരത്ത് വെച്ചായിരുന്നു മോഷണം. ദമാം ബദറൽ റാബി പരിസരത്ത് നിർത്തിയിട്ട വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ അക്രമികളെ സൗദി രഹസ്യാന്വേഷണ വിഭാഗം വലയിലാക്കി. യമൻ സ്വദേശി ഉൾപ്പെടുന്ന സംഘത്തെയാണ് സുരക്ഷാ വിഭാഗം പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പ്രവാസി മലയാളികളുടേത് ഉൾപ്പെടെ വാഹനങ്ങളുടെ ഗ്ലാസ് തകർത്ത് ഇവർ വിലപിടിപ്പുള്ള ഉപകരണങ്ങളും വസ്തുക്കളും കവർന്നിരുന്നു. തുടർന്ന് മലയാളി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി പ്രതികളെ മണിക്കൂറുകൾക്കകം പിടികൂടിയത്. ഡിസ്പെൻസറിയിൽ മകളെ കാണിക്കാൻ വേണ്ടി കുടുംബത്ത് പോയതായിരുന്നു. അപ്പം ഏകദേശം ഒരു 5:30 ഞാനവിടെ പാർക്ക് ചെയ്ത്
അതിന് മുമ്പിലുള്ള പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 6:15 തിരിച്ച് ഇറങ്ങിയ സമയത്താണ് ഗ്ലാസ് തകർത്തിട്ട് എൻ്റെ ലാപ്ടോപ്പ്, കമ്പനിയുടെ കുറച്ച് വിലപ്പെട്ട രേഖകൾ മുതലായവ അതിൽ പെട്ടിരുന്നു. അന്ന് തന്നെ ആ പരിസരത്തുള്ള എല്ലാ CCTV ഫുട്ടേജുകളും പരിശോധിക്കുകയും അതിൻ്റെ പിറ്റേന്നും അതുപോലെ തന്നെ പരിശോധിച്ച് ഏകദേശം ഒരു വണ്ടി, ഒരു ചുവന്ന കളർ കാറിലാണ് അവർ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പോലീസിന് വീണ്ടും കൈമാറി. വിലപിടിപ്പുള്ള ഉപകരണങ്ങളും വസ്തുക്കളും വാഹനങ്ങളിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കാൻ പ്രവാസികളോട് സൗദി പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതായി സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞു. ഇതുപോലെ അതേ സംഭവങ്ങൾ ഏതാണ്ട് ഒരു 15-ൽ കൂടുതൽ വാഹനം വന്ന് ഗ്ലാസ് പൊട്ടിച്ചിട്ട് പല സാധനങ്ങളും മോഷണം നടത്തിയിട്ടുണ്ട്. ആ പരിസരത്ത് മാത്രമായിട്ട് നടന്നിട്ടുണ്ട്. മാത്രമല്ല, നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ആളുകൾ നിൽക്കേണ്ട ഒരു നിർദ്ദേശം വെച്ചാണ് നമ്മളൊരു സാധനങ്ങളും നമ്മൾ വാഹനത്തിൽ വെച്ച് പോരുന്നതാണ് നമ്മൾ പോലീസ് ഓഫീസർമാർ പറയുന്നത്. ജോലിയോ താമസരേഖയോ ഇല്ലാത്ത വിദേശികൾ തന്നെയാണ് അക്രമത്തിനും മോഷണത്തിനും പിന്നിൽ. പക്ഷെ ഇവിടെ പിടിക്കപ്പെടുന്നതിൽ നല്ലൊരു ശതമാനവും തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളായ അറബ് വംശജരും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളെ അതുപോലെ തന്നെ നമ്മൾ വിദേശികളൊക്കെയാണ് ഈ കളവ് കേസിൽ കൂടുതൽ പിടിക്കപ്പെടുന്നത്. വർദ്ധിച്ചു വരുന്ന മോഷണവും പിടിച്ചുപറിയും ഇല്ലാതാക്കാൻ ഇരയാക്കപ്പെടുന്നവർ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകുവാനും നിയമ നടപടികൾ സ്വീകരിക്കുവാനും തയ്യാറാകണമെന്നും സാമൂഹ്യ പ്രവർത്തകർ ഓർമ്മിപ്പിച്ചു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. സൗദിയിലെ ദമാമിൽ തീപിടുത്തമുണ്ടായി. മലയാളികളുടേതുൾപ്പെടെയുള്ള കടകൾ കത്തിനശിച്ചു. ദമാം വാട്ടർ ടാങ്ക് റോഡിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് കടയുടെ ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് നിരവധി കടകൾ കത്തിനശിച്ചു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ സ്ഥാപനങ്ങളാണ് അധികവും അഗ്നിക്കിരയായത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തീ പടർന്നു തുടങ്ങിയത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്ലംബിംഗ്, ഹാർഡ്വെയർ കടകൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലാണ് തീ പടർന്നത്. കെട്ടിടത്തിൽ മുകളിൽ താമസ സ്ഥലമാണ്. എന്നാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പരിസരത്തെ കെട്ടിടങ്ങളിൽ നിന്നുൾപ്പെടെ എല്ലാവരെയും ഒഴിപ്പിച്ചു. 18ഓളം അഗ്നിശമന യൂണിറ്റുകൾ രാത്രി വൈകി പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇന്ത്യൻ രൂപയ്ക്കെതിരെ വിനിമയ നിരക്കിൽ സർവകാല റെക്കോർഡിട്ട് ഒമാൻ റിയാൽ. ഒരു ഒമാൻ റിയാലിന് 232 രൂപയായി. ഫോറക്സ് മാർക്കറ്റിൽ US ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയ്ക്ക് പെട്ടെന്നുണ്ടായ ഇടിവാണ് ആഗോള സാമ്പത്തിക വിപണിയിൽ പ്രതിഫലിച്ചത്. ഇന്ത്യയും US തമ്മിൽ ഒപ്പുവെക്കാനിരുന്ന വ്യാപാര കരാറുകളിലെ അനിശ്ചിതത്വം വിപണിയെ സ്വാധീനിച്ചതും ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടിയായി. ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്ക് കൂട്ടിയത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലെ സാമ്പത്തിക വിപണിയിലുണ്ടാക്കിയ ചലനമാണ് മറ്റൊരു കാരണം. ഈ വർഷം മാത്രം ഇന്ത്യൻ രൂപ 4.5% ഇടിഞ്ഞിരുന്നു. 2027 സൗദിയിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഫുട്ബോൾ കപ്പിന് മുന്നോടിയായുള്ള വിവിധ മത്സരങ്ങൾക്ക് തുടക്കമാകുന്നു. അണ്ടർ 23 മത്സരങ്ങളുടെ ടിക്കറ്റ് വിൽപ്പന സൗദിയിൽ ആരംഭിച്ചു. ജിദ്ദയിലും റിയാദിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്. സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കുന്ന AFC ഏഷ്യൻ കപ്പിന് മുന്നോടിയായാണ് അണ്ടർ 23 ചാമ്പ്യൻഷിപ്പ് ഒരുങ്ങുന്നത്. ഇതിനായുള്ള ടിക്കറ്റ് വിൽപ്പനയാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് നിലവിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയുക. അവിടെ ആയിരിക്കും ടിക്കറ്റുകൾ ലഭ്യമാകുക. സാധാരണ ടിക്കറ്റുകൾക്ക് അഥവാ ജനറൽ ടിക്കറ്റിന് 15 റിയാലും പ്രീമിയത്തിന് 75 റിയാലുമാണ് നിലവിലെ നിരക്ക്. ജനുവരി 6 മുതൽ 24 വരെയായിരിക്കും മത്സരങ്ങൾ തുടരുക. റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിലെ വിവിധ സ്റ്റേഡിയങ്ങളിലായിരിക്കും മത്സരങ്ങൾ അരങ്ങേറുക. 16 ടീമുകളാണ് മത്സരത്തിന് ഇറങ്ങുക. ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്കുള്ള ടിക്കറ്റുകളാണ് നിലവിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. ജിദ്ദയിലെ പ്രിൻസ് അബ്ദുള്ള അൽ ഫൈസൽ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മത്സരവും അതോടൊപ്പം തന്നെ ഫൈനൽ ഉൾപ്പെടെയുള്ള 10 മത്സരങ്ങളുമാണ് നടക്കുക. ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ സെമി ഫൈനലുകളും അതുപോലെ ലൂസേഴ്സ് ഫൈനലുകളും ഉൾപ്പെടെ 10 മത്സരങ്ങളും നടക്കും. റിയാദിലേക്ക് വരികയാണെങ്കിൽ റിയാദിലെ പ്രിൻസ് ഫൈസൽ ബിൻ ഫഹദ് സ്പോർട്സ് സിറ്റിയിലായിരിക്കും ഈ സ്റ്റേഡിയത്തിലായിരിക്കും 6 മത്സരങ്ങൾ നടക്കുക. അതോടൊപ്പം തന്നെ അൽ ഷബാബ് ക്ലബ് സ്റ്റേഡിയത്തിൽ മറ്റ് 6 മത്സരങ്ങളും നടക്കും. ഈ ചാമ്പ്യൻഷിപ്പിന്റെ തന്നെ 7ാമത് എഡിഷനാണ് നടക്കാനിരിക്കുന്നത്. ഈ ചാമ്പ്യൻഷിപ്പ് ആദ്യമായാണ് സൗദിയിലേക്ക് എത്തുന്നത് എന്നതുകൂടി ഈ ഒരു ടൂർണമെന്റിന്റെ പ്രത്യേകതയാണ്. റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പുളശ്ശേരിയാണ് മത്സരത്തിന്റെ വിവരങ്ങൾ നൽകിയത്. കുവൈറ്റിലെ പ്രവാസികളുടെ താമസവും വിസയുമായി ബന്ധപ്പെട്ട പുതിയ ചട്ടങ്ങൾ പുറത്തിറങ്ങി. 1 മാസത്തിനു ശേഷം നിയമം പ്രാബല്യത്തിൽ വരും. വിസകളിലും താമസ ഫീസിലും
കുടുംബ സ്പോൺസർഷിപ്പിലും വലിയ മാറ്റങ്ങൾ വരുന്നതോടെ പ്രവാസികളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വ്യവസ്ഥകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നോക്കാം എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങളെന്ന്. ജീന ചേരുകയാണ്. ജീന, പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രവാസികളുടെ ജീവിതത്തിൽ ഉൾപ്പെടെ ഉണ്ടാകാൻ പോകുന്നത്? ദിവ്യ, പ്രധാനമായും വിസയിലും ഒപ്പം തന്നെ താമസ നിബന്ധനകളിലുമാണ് ചില മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ 1 മാസത്തിനകം ഈ നിയമം പ്രാബല്യത്തിൽ വരും. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും ഈ കുവൈത്തിൽ പുതിയ നിയമം പ്രധാന മാറ്റം വിസ ചട്ടങ്ങളിലും ഒപ്പം തന്നെ താമസ ഫീസ് നിരക്കിലുമാണ് പ്രധാനമായും മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അത് ഫാമിലി വിസ എങ്ങനെയാണ് അനുവദിക്കുക എന്ന് വെച്ചാൽ ശമ്പളം 800 കുവൈത്ത് ദിനാർ നിർബന്ധമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് താമസ വിസ അനുവദിക്കുക. അത് സർക്കാർ സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും ഈ നിബന്ധന ബാധകമായിരിക്കും. ഇനി ആർക്കൊക്കെയാണ് ഇളവ് എന്ന് നോക്കുകയാണെങ്കിൽ അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ, എഞ്ചിനീയർ, പത്രപ്രവർത്തകർ, കായികരംഗത്തെ പ്രൊഫഷണലുകൾ ഇവർക്കൊക്കെ ആയിരിക്കും ഈ ശമ്പള നിബന്ധനയിൽ ഇളവ് ഉണ്ടാവുക. ഇനി അടുത്തത് വിസ മാറ്റം എന്ന് പറഞ്ഞാൽ ഫാമിലി വിസയിൽ വരുന്നവർക്ക് വർക്ക് വിസയിലേക്ക് മാറ്റാം. അത് എല്ലാവർക്കും സാധിക്കില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിലും ചില പ്രത്യേക പരിഗണനയൊക്കെ നൽകിക്കൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം, സന്ദർശക വിസക്കാർക്ക് പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവർക്ക് വർക്ക് വിസയിലേക്ക് മാറ്റാം. അങ്ങനെയാണ് വിസയിൽ ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി അവസരം കുടുംബാംഗങ്ങൾക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും ചില പ്രത്യേക തൊഴിലുകൾക്കും തൊഴിൽ ചെയ്യുന്നവർക്കും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കും ഇത്തരത്തിൽ അനുവദിക്കുക. നിക്ഷേപകർ, അതായത് 15 വർഷം വരെ താമസ വിസ നിക്ഷേപകർക്ക് കുവൈത്തിൽ ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇനി റെസിഡൻസ് ഫീസ് നിരക്കിലാണ് പ്രധാനമായും വർധന വന്നിട്ടുള്ളത്. അതാണ് ചില ബുദ്ധിമുട്ടുകൾ പ്രവാസികൾക്ക് അടക്കം ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും 20 KD, അതായത് 20 കുവൈത്ത് ദിനാറായിരിക്കും ഫീസ് എന്ന് പറയുന്നത്. ഇനി ബിസിനസ് പങ്കാളികൾ ഒപ്പം നിക്ഷേപകരുടെ നോക്കുകയാണെങ്കിൽ അത് 50 കുവൈത്ത് ദിനാറായിരിക്കും. സ്വയം സ്പോൺസർഷിപ്പിലുള്ളവർക്ക് 500 കുവൈത്ത് ദിനാറായിരിക്കും ആ ഫീസ് എന്ന് പറയുന്നത്. ഇനി 17/18 വിസ ആർട്ടിക്കിൾ ഉള്ളവർക്ക് 20 കുവൈത്ത് ദിനാറും ഒപ്പം 24 വിസ ആർട്ടിക്കിൾ ഉള്ളവർക്ക് 100 കുവൈത്ത് ദിനാറുമായിരിക്കും ഉണ്ടാവുക. ഇനി ഗാർഹിക തൊഴിലാളികൾ നിയമിക്കുന്ന ഒരു വീട്ടിൽ നിയമിക്കാവുന്ന തൊഴിലാളികളുടെ എണ്ണം ആ കുടുംബത്തിന്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും തീരുമാനിക്കുക. ഈ കുവൈത്ത് കുടുംബങ്ങൾക്ക് 50 KD ആയിരിക്കും. അധിക ഗാർഹിക തൊഴിലാളികൾക്കുള്ള ഫീസ് എന്ന് പറയുന്നത് 50 KD ആയിരിക്കും. ഇനി വിദേശ കുടുംബങ്ങൾക്ക് ആദ്യം 400 ദിനാറും പിന്നീട് അത് 100 KD ആയി കുറയുകയും ചെയ്യും. അധിക ഗാർഹിക തൊഴിലാളികളുടെ ഫീസ് എന്ന് പറഞ്ഞാൽ വിദേശ നയതന്ത്രജ്ഞർക്ക് പ്രധാനമായും 100 KD എന്ന നിരക്കായിരിക്കും ഫീസ് ഉണ്ടാവുക. ഇനി മറ്റ് പ്രധാന ചട്ടങ്ങൾ ഈ പുതിയ നിയമത്തിൽ വരുന്നത് ഇതൊക്കെയാണ്. അതായത് കുഞ്ഞിന്റെ ജനനം 4 മാസത്തിനകം തന്നെ രേഖപ്പെടുത്തണം. താൽക്കാലിക റെസിഡൻസ് 3 മാസം മുതൽ 1 വർഷം വരെയായിരിക്കും പ്രധാനമായും ഉണ്ടാവുക. മറ്റ് പ്രധാനപ്പെട്ട ചട്ടങ്ങൾ, താമസക്കാർ 6 മാസത്തിൽ കൂടുതൽ വിദേശത്ത് നിൽക്കാൻ പാടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിയമം. ഒപ്പം ഗാർഹിക തൊഴിലാളികൾ 4 മാസത്തിൽ കൂടുതൽ വിദേശത്ത് നിൽക്കാൻ പാടില്ല എന്നും ഈ പുതിയ നിയമത്തിലുണ്ട്. ഇനി നിയമത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പ്രധാനമായി നോക്കുകയാണെങ്കിൽ തൊഴിൽ വിപണി ക്രമീകരിക്കുക, വിസ റെസിഡൻസ് പ്രക്രിയ ലളിതമാക്കുക, കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുക എന്നൊക്കെയാണ് ഈ പുതിയ നിയമം കൊണ്ട് കുവൈത്ത് ലക്ഷ്യമിടുന്നത്. വിദേശികളുടെ താമസം കാര്യക്ഷമമാക്കുക, നിയമലംഘനങ്ങൾ കുറയ്ക്കുക, ഇതൊക്കെയാണ് ഈ പുതിയ നിയമത്തിന്റെ ലക്ഷ്യം. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം 1 മാസത്തിനുള്ളിൽ ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. ദിവ്യ, ഖത്തർ വേദിയാകുന്ന ഫിഫ അറബ് കപ്പിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം ജുഹായെ അവതരിപ്പിച്ചു. അറബ് സാഹിത്യ ചരിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭാഗ്യചിഹ്നത്തെ തെരഞ്ഞെടുത്തത്. അറബ് ഫുട്ബോൾ താരങ്ങളെയും ആരാധകരെയും വീണ്ടും ഒന്നിപ്പിക്കുന്ന ഫിഫ അറബ് കപ്പിന് 2ാം തവണയാണ് ഖത്തർ ആതിഥേയത്വം വഹിക്കുന്നത്. ഡിസംബർ 1 മുതൽ 18 വരെയാണ് ടൂർണമെന്റ്. ഖത്തറിൽ നടക്കുന്ന ഫിഫ അണ്ടർ 17 ലോകകപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടങ്ങൾ നാളെ. ആദ്യ സെമിയിൽ ഓസ്ട്രിയ ഇറ്റലിയുമായി കൊമ്പുകോർക്കും. ബ്രസീലും പോർച്ചുഗലും തമ്മിലാണ് 2ാം സെമി ഫൈനൽ. ആസ്പേ സോണിലാണ് 2 മത്സരങ്ങളും അരങ്ങേറുക. ക്വാർട്ടറിൽ ജപ്പാനെ കീഴടക്കിയാണ് ഓസ്ട്രിയ സെമിയിലേക്ക് ടിക്കറ്റ് എടുത്തത്. ബുക്കിനോഫാസയെ എതിരില്ലാത്ത 1 ഗോളിന് കീഴടക്കിയാണ് ഇറ്റലിയുടെ വരവ്. സ്വിറ്റ്സർലാൻഡിനെതിരെ ഏകപക്ഷീയമായ 2 ഗോളിനാണ് പോർച്ചുഗലിന്റെ ജയം. മൊറോക്കോയെ കീഴ്പ്പെടുത്തിയാണ് ബ്രസീൽ സെമി ഉറപ്പിച്ചത്. ഒമാന്റെ വാർത്താവിനിമയ മേഖലയിൽ ചരിത്രം കുറിക്കാൻ ആദ്യത്തെ ദേശീയ വാർത്താവിനിമയ ഉപഗ്രഹം വരുന്നു. ഫ്രഞ്ച് പ്രതിരോധ ബഹിരാകാശ കമ്പനിയായ എയർബസുമായി കരാറിൽ ഒപ്പുവെച്ചു. ഇത് ഒമാന്റെ മുഴുവൻ പ്രദേശങ്ങളിലും മിഡിൽ ഈസ്റ്റ്, കിഴക്കൻ ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലും പൂർണ്ണ കവറേജ് നൽകും. ഉപഗ്രഹത്തിന്റെ രൂപകൽപ്പന, നിർമ്മാണം, വിക്ഷേപണം എന്നിവയ്ക്കായാണ് ഫ്രഞ്ച് പ്രതിരോധ ബഹിരാകാശ കമ്പനിയായ എയർബസുമായി ഒമാൻ സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത്. ഒമാൻ ഗതാഗത മന്ത്രിയും എയർബസിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഓഫ് സെയിൽസും ചേർന്നാണ് കരാർ ഒപ്പിട്ടത്.
അതിനൂതന സാങ്കേതിക വിദ്യയോടെ ഉയർന്ന ശേഷിയുള്ള ഉപഗ്രഹമാകും എയർബസ് രൂപകൽപ്പന ചെയ്യുക. ഇത് ഒമാന്റെ മുഴുവൻ പ്രദേശങ്ങളിലും മിഡിൽ ഈസ്റ്റ്, കിഴക്കൻ ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലും പൂർണ്ണ കവറേജ് നൽകും. ഭ്രമണപഥത്തിൽ വെച്ച് പോലും പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിൽ പുനഃക്രമീകരിക്കാൻ കഴിയുന്ന എയർബസിൻ്റെ വൺ സാറ്റ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ഉപഗ്രഹം പ്രവർത്തിക്കുക. വാർത്താവിനിമയ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താനും ഡിജിറ്റൽ പരമാധികാരം ഉറപ്പാക്കാനും ബഹിരാകാശ ഭാവി സാങ്കേതികവിദ്യ രംഗത്തെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുമുള്ള ഒമാന്റെ പരിശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നീക്കം. മീഡിയ 1, മസ്കത്ത്. വികസന പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ട റിയാദ് സൂ വീണ്ടും തുറന്നു. കൂടുതൽ മൃഗങ്ങൾ, ലൈവ് ഷോകൾ തുടങ്ങി നിരവധി അനുഭവങ്ങളാണ് വിപുലീകരിച്ച മൃഗശാലയിൽ ഒരുക്കിയിട്ടുള്ളത്. റിയാദ് സീസണിന്റെ ഭാഗമായിട്ടായിരുന്നു വികസന പ്രവർത്തനങ്ങൾ. വിപുലീകരണ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികമായി അടച്ച റിയാദ് സൂ വീണ്ടും തുറന്നിരിക്കുകയാണ്. വൈവിധ്യമാർന്ന അനുഭവങ്ങളോടും തത്സമയ ഷോകളോടും കൂടിയായിരിക്കും തുടർ പ്രവർത്തനം. അൽമലസ് പ്രദേശത്ത് 1,61,000 ചതുരശ്ര മീറ്ററിലാണ് നിലവിലെ സൂ. വിവിധ ഇനങ്ങളിൽപ്പെട്ട 16,000-ലധികം മൃഗങ്ങളെ ഇവിടെ കാണാം. വ്യത്യസ്തമായ 6 ഭൂഖണ്ഡങ്ങളിലെ ആവാസ വ്യവസ്ഥ മൃഗങ്ങൾക്കായി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. സന്ദർശകർക്കായി നിരവധി ഇന്ററാക്റ്റീവ് അനുഭവങ്ങൾ, വിദ്യാഭ്യാസ വർക്ക്ഷോപ്പുകൾ, എലിഫന്റ് എക്സ്പീരിയൻസ്, ജിറാഫ് ആൻഡ് ആഫ്രിക്കൻ എക്സിബിറ്റ്, നാടകം, ലൈവ് ഷോകൾ എന്നിവ പുതുക്കിയ സൂവിൽ ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകർക്ക് റെസ്റ്റോറന്റുകൾ, കിയോസ്കുകൾ, ഫുഡ് ട്രക്ക്, ഷോപ്പിംഗ് ഏരിയ, സ്കിൽ ഗെയിമുകൾ, കളിസ്ഥലങ്ങൾ എന്നിവയും ലഭിക്കും. 12,000 സന്ദർശകരെ ഉൾക്കൊള്ളാനാവും വിധമാണ് നിർമ്മാണം. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെയാണ് സന്ദർശന സമയം. വി ബുക്ക് ആപ്പിലൂടെയായിരിക്കും പ്രവേശന പാസുകൾ ലഭ്യമാവുക. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ദുബായ് നഗരത്തെ ഇളക്കി മറിച്ച് ദുബായ് റൺ. ദുബായ് ഫിറ്റ്നസ് ചാലഞ്ചിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ 3 ലക്ഷത്തിലധികം പേരാണ് പങ്കാളികളായത്. പ്രായഭേദമന്യേ ആളുകൾ പങ്കെടുത്ത പരിപാടി സംഘാടന മികവുകൊണ്ടും പങ്കാളിത്തം കൊണ്ടും റെക്കോർഡുകൾ മറികടന്നു. ദുബായ് ഷെയ്ഖ് സായിദ് റോഡിനെ റണ്ണിംഗ് ട്രാക്കാക്കി മാറ്റി ദുബായ് റൺ. 10,000-കണക്കിന് പേരാണ് ദുബായ് റണ്ണിൽ പങ്കെടുക്കുന്നതിനായി ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉൾപ്പെടെ ആളുകളുടെ എണ്ണം കൊണ്ട് റെക്കോർഡ് ഭേദിച്ച ഒന്നാണ് ദുബായ് റൺ. ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായാണ് ദുബായ് റൺ നടക്കുന്നത്. ദുബായ് എന്ന നഗരം ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു പുഴ പോലെ ഒഴുകുന്ന കാഴ്ച. പുലർച്ചെ 3 മണി മുതൽ തന്നെ മെട്രോ സർവീസുകൾ ആരംഭിച്ചു. പ്രധാന റോഡുകൾ അടച്ചിട്ടു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഷെയ്ഖ് സായിദ് റോഡിലേക്ക് എത്തി. 6:30 മുതൽ 10 കിലോമീറ്റർ റണ്ണും തുടർന്ന് 5 കിലോമീറ്റർ റണ്ണും ആരംഭിച്ചു. പിന്നാലെ നഗരം നീലക്കടലായി മാറി. പ്രവാസികളും സ്വദേശികളും കുട്ടികളും മുതിർന്നവരുമെല്ലാം ഒരു ലക്ഷ്യത്തിലേക്ക് ഓടി നീങ്ങുന്ന ചരിത്ര നിമിഷം. ഞങ്ങൾ അബുദാബിയിൽ നിന്ന് രാവിലെ തന്നെ വന്നതാണ് ദുബായ് റണ്ണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 സിറ്റി 1 ഗോൾ ദുബായ് റൺ. പിന്നെ സേഫ്റ്റി നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഒരു വെറൈറ്റിയാണ്. ഇത്രയും വലിയ ക്രൗഡ് ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അപ്രീഷിയേറ്റബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റി 200-ൽ പുറത്ത് രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. വേറൊരു രാജ്യത്ത് പോലും എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ അതിമനോഹരമായ കാഴ്ച ദുബൈയുടെ ആധുനികതയും ആരോഗ്യത്തോടുള്ള പ്രതിബദ്ധതയും വിളിച്ചോതുന്നതാണ്. ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ച ഓട്ടം നഗരത്തിന്റെ പ്രധാന ആകർഷണങ്ങളായ ബുർജ് ഖലീഫയും എമിറേറ്റ്സ് ടവറും കടന്നു പോകുമ്പോൾ അതൊരു കായിക മാമാങ്കം മാത്രമല്ല, ദുബായ് നൽകുന്ന ഒരു വിസ്മയം കൂടിയായി മാറുകയാണ്. സുരക്ഷയൊരുക്കാനും കരുതലിനും 100-കണക്കിന് സന്നദ്ധ പ്രവർത്തകരും പോലീസ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും അണിനിരന്നു. മെട്രോയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കൃത്യമായ മുൻകരുതലും ആവശ്യത്തിന് ജീവനക്കാരും. അങ്ങനെ സുസജ്ജമായിരുന്നു ദുബായ്. ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് എന്ന ആശയത്തിന് 2017-ൽ തുടക്കമിട്ടത് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ്. രാജ്യങ്ങൾക്കും മതങ്ങൾക്കും സംസ്കാരങ്ങൾക്കും എല്ലാം അതീതമായ ഒരു കൂട്ടായ്മയാണ് ദുബായ്. ദുബായിൽ നിന്ന് അക്ഷയ് പെരാവൂർ, മീഡിയ. ഒമാനിലെ പ്രമുഖ വ്യവസായ പ്രമുഖനും സുഹൈൽ ബഹ്വാൻ ഗ്രൂപ്പിന്റെ ചെയർമാനുമായ ഷെയ്ഖ് സുഹൈൽ സാലിം ബഹ്വാൻ അന്തരിച്ചു. ഒമാനിൽ സ്വകാര്യ മേഖല വളർച്ചയ്ക്ക് അടിത്തറയിട്ട വ്യവസായിയാണ് സുഹൈൽ സാലിം ബഹ്വാൻ. 1960-കളുടെ മധ്യത്തിൽ മത്രാസൂഖിൽ മീൻവലകളും ഉപകരണങ്ങളും വിൽക്കുന്ന ചെറിയ കട തുടങ്ങിയാണ് വ്യവസായ യാത്ര ആരംഭിച്ചത്. ഇന്ന് സുഹൈൽ ബഹ്വാൻ ഗ്രൂപ്പ് ഒമാനിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്ഥാപനങ്ങളിലൊന്നാണ്. വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിലെ വമ്പൻ പദ്ധതികളിലൂടെ സുൽത്താനേറ്റിന്റെ വ്യാവസായിക വളർച്ചയുടെ അടിസ്ഥാന ശിലയായി മാറി. ദേശീയ വികസനത്തിനുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വിവിധ അംഗീകാരങ്ങൾ ലഭിച്ചിരുന്നു.
പൂവല്ലൂർ ഗ്രൂപ്പിന് കീഴിൽ ബിൻമുഹി സൂപ്പർ മാർക്കറ്റ് ആൻഡ് ബേക്കറിയുടെ പുതിയ ബ്രാഞ്ച് സൗദിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജീസാനിലെ സബിയിലാണ് പുതിയ സൂപ്പർ മാർക്കറ്റ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 50% വരെ ഓഫറുകളും പ്രഖ്യാപിച്ചു. ഇന്ത്യയിലും ഗൾഫിലും നിറസാന്നിധ്യമായ പൂവല്ലൂർ ഗ്രൂപ്പിന് കീഴിലാണ് പുതിയ സൂപ്പർ മാർക്കറ്റ്. ജിസാനിലെ സബ്യയിൽ വിവിധ ശ്രേണിയിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ബിൻമുഹി സൂപ്പർ മാർക്കറ്റ് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. അബ്ദുല്ലാഹിബ്നു അബ്ദുൽ അസീസ് സ്ട്രീറ്റിലൊരുക്കിയ സൂപ്പർ മാർക്കറ്റ് പൌരപ്രമുഖനായ മുഹമ്മദ് ഇബ്രാഹിം അൽ അത്താർ, ഗ്രൂപ്പ് ചെയർമാൻ കുഞ്ഞിമൊയ്തീൻ പൂവല്ലൂർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ കലാവിരുന്നുകളും ചടങ്ങിലുണ്ടായിരുന്നു. പൌരപ്രമുഖനായ അബൂബക്കർ അൽ അത്താർ, ബിൻമുഹി സൂപ്പർ മാർക്കറ്റ് ആൻഡ് ബേക്കറി സിഇഒ അബ്ദുറബ് പൂവല്ലൂർ, ഡയറക്ടർമാരായ മറിയം, ടി പി മജീദ് എരണിപ്പടി, റഹൂഫ് പി, അബ്ദുറസാഖ്, റഹീം, അബ്ദുൽ റഷീദ് എന്നിവരും സന്നിഹിതരായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കിഴിവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50% വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാകും. ഇതിനു പുറമെ ബിഗ് സേവർ ഇക്കണോമിക് ഡീൽ ഓഫറുകളും പ്രഖ്യാപിച്ചു. ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ഹൌസ് ഹോൾഡ്, ഫുഡ്വെയർ, സ്വീറ്റ്സ്, ബേക്കറി, ഡ്രൈ ഫ്രൂട്ട്സ്, ഫിഷ്, മീറ്റ് തുടങ്ങിയവയെല്ലാം ഇവിടെ ലഭിക്കും. ഓപ്പറേഷണൽ ഓഫീസർമാരായ ഫസലു റഹ്മാൻ PA, സയ്യിദ് അലി പിലാക്കൽ, റിയാസ് പരിപ്പറമ്പൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ത്യയിലും ഗൾഫിലും കൺസ്ട്രക്ഷൻ, മൈനിംഗ്, പ്ലാസ്റ്റിക് ട്രേഡിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ സജീവ സാന്നിധ്യമാണ് പൂവല്ലൂർ ഗ്രൂപ്പ്. മലപ്പുറം ചെരുപ്പടിമലയിൽ പ്രവർത്തിക്കുന്ന ധർമ്മഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഗ്രൂപ്പിന് കീഴിലുള്ളതാണ്. മീഡിയ 1, ജിദ്ദ. ഫർവാനിയ ദജീജിൽ പുതിയ ഫാമിലി റെസ്റ്റോറന്റുമായി ദുബായ് കറക് മഖാനി. കുവൈറ്റിലെ 12ാമത്തെയും GCCയിലെ 15ാമത്തെയും ബ്രാഞ്ചാണ് ഉദ്ഘാടനം ചെയ്തത്. ദുബായ് കറക് മഖാനിയുടെ 12ാമത് ബ്രാഞ്ച് ഫർവാനിയ ദജീജിൽ പ്രവർത്തനം ആരംഭിച്ചു. 100 ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ സ്പോൺസർ ഫഹാദ് മിഷ്കിഷ് അൽ റഷീദി, AM ഗ്രൂപ്പ് ചെയർമാനും ദുബായ് കറക് മഖാനി മാനേജിംഗ് ഡയറക്ടറുമായ ആബിദ്, ഡയറക്ടർമാരായ മുഹമ്മദ് കുഞ്ഞി, ജമാൽ, മെട്രോ മെഡിക്കൽ ചെയർമാൻ മുസ്തഫ ഹംസ, സയ്യദ് അബീബ് കോയത്തങ്ങൾ, ഡോക്ടർ അമീർ, IBPC സെക്രട്ടറി സുരേഷ്, അഹമ്മദ് അൽ ഫാരിസ്, മിഷാരി അൽ അലി, മുഹമ്മദ് ആതിഫ്, റിയാസ്, അബ്ദുൾ റൌഫ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഉപഭോക്താക്കളുടെ നിരന്തര ആവശ്യപ്രകാരമാണ് ഫാമിലി ഡൈനിങ് സൗകര്യം ഒരുക്കിയതെന്ന് AM ഗ്രൂപ്പ് ചെയർമാൻ ആബിദ് അറിയിച്ചു. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് വിത്ത് ഫാമിലി ഡൈനിങ് ആയിട്ട്. നമ്മളെ ഫാമിലി കസ്റ്റമേഴ്സ് നിരന്തരമായി ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത് ഒരു ഫാമിലിക്ക് വന്നിട്ട് ചായ കുടിക്കാൻ പറ്റിയ ഒരു സ്ഥലം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തുറന്നിട്ടുള്ളത്. 101 തരം ചായകളുമായിട്ടാണ് ഞങ്ങൾ കുവൈത്തിൽ പ്രവേശിച്ചത്. ചായയുടെ ഒരു സ്വീകാര്യത തന്നെയാണ് ഞങ്ങളെ ഇത്രയും ഈ 12 ഔട്ട്ലെറ്റിലോട്ട് ഞങ്ങൾ എത്തിച്ചത്. മുഴുവൻ സമയത്തും പ്രവർത്തിക്കുന്ന കറക് മഖാനിയിൽ സ്വന്തമായി തയ്യാറാക്കുന്ന ആരോഗ്യകരമായ മസാലകളാണ് ഉപയോഗിക്കുന്നതെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. 6 വർഷങ്ങൾക്ക് മുമ്പ് ഫർവാനിയ ലുലു ഹൈപ്പർ ബിൽഡിംഗിൽ ആദ്യ കുവൈത്ത് ബ്രാഞ്ച് MA യൂസുഫ് അലിയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഡയറക്ടർ മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. 1ഉം 8ഉം യൂസുഫ് അലിക്കാണ് ഉദ്ഘാടനം ചെയ്തത്. ഇൻഷാല്ലാ ഇത് 12ാമത്തെ ബ്രാഞ്ചാണ്. ഇൻഷാല്ലാ അടുത്ത വലിയൊരു പ്ലാൻ ഉണ്ട് നമുക്ക്. ഇൻഷാല്ലാ അതും മൂപ്പരെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടുള്ളത്. ഇൻഷാല്ലാ സഹകരിച്ച എല്ലാവർക്കും, കുവൈത്തിലെ എല്ലാ മലയാളികൾക്കും, എല്ലാ പ്രവാസി സമൂഹത്തിനും ഒരുപാട് നന്ദി കടപ്പാടും അറിയിക്കുന്നു. ഉപഭോക്താക്കളുടെ മികച്ച പിന്തുണയാണ് പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കുവാൻ പ്രചോദനമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. ഇലക്ട്രോണിക്സ് വിതരണത്തിലും റീറ്റെയിൽ മേഖലകളിലും കുവൈത്തിൽ സജീവ സാന്നിധ്യമാണ് AM ഗ്രൂപ്പ്.